ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെല്ലാം ആണെന്ന് പറയേണ്ടതില്ലല്ലോ. ക്രിസ്മസ്, ഉണ്ണിയേശു പിറക്കുന്നു, പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, പപ്പാഞ്ഞി, ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്നു, ഇതൊക്കെ കുർബാന, പാതിരാ കുർബാന, കേക്ക് കട്ടിങ്, വൈൻ, ഇതൊക്കെയാണ് നമുക്കെല്ലാം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. എന്നാൽ ക്രിസ്മസിനെ കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ ചില അറിയാത്ത, ഇതുവരെയും കേൾക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്ന് വ്യക്തമാക്കി തരിക എന്നതും കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണെന്ന്. ക്രിസ്മസ് അഥവാ നത്താൾ ക്രിസ്തീയ കലണ്ടർ പ്രകാരമുള്ള പുണ്യദിനമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്. ലോകമെമ്പാടും ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആയി കണക്കാക്കുന്നത്. എന്നാൽ ചില ക്രിസ്തീയ സഭകളിൽ മറ്റു ചില ദിവസങ്ങളിലാണ് ഈ ആഘോഷം. ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങളും ആചാരങ്ങളും ഓരോ ദേശത്തും വ്യത്യസ്തവുമാണ്. ഉത്ഭവം. ക്രിസ്മസ് ഉത്ഭവത്തെപ്പറ്റി വ്യക്തമായ ചരിത്ര രേഖകളില്ല. ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആചരിക്കാനുള്ള കാരണവും ചരിത്രകാരന്മാർക്ക് അജ്ഞാതമാണ്. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ 25 ക്രിസ്തുമസ് ആയി ആചരിക്കപ്പെടാൻ തുടങ്ങിയതെന്നാണ് ഏറ്റവും പ്രബലമായ വാദം. ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ തൻ്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തു മതവിശ്വാസികൾക്കും പേഗൻ മതവിശ്വാസികൾക്കും പൊതുവായ ഒരാഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. റോമ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയായി ക്രിസ്തുമതത്തിലേക്ക് കുടിയേറിയതാണ് ക്രിസ്മസ് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഐക്യമുണ്ട്. എന്നതിലാണ് തർക്കം. റോമൻ സംസ്കാരത്തിൽ ഡിസംബർ 25 സൂര്യദേവന്റെ ജന്മദിനമായാണ് ആചരിക്കുന്നത്. 4-ാം നൂറ്റാണ്ട് വരെ റോമാക്കാരുടെ ഔദ്യോഗിക മതമായിരുന്നു സോൾ ഇൻവിക്ടസ്. സോൾ ഇൻവിക്ടസ് എന്നാൽ മറഞ്ഞിരിക്കുന്ന സൂര്യൻ. ശൈത്യകാലത്ത് ഇവർ സൂര്യദേവന്റെ പുനർജനനം ആഘോഷിച്ചു. ക്രിസ്തു മതവിശ്വാസം സ്വീകരിക്കുന്നതുവരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും സോൾ ഇൻവിക്ടസ് ആചാരങ്ങളാണ് പിന്തുടർന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മതം മാറ്റത്തോടെ റോമൻ സാമ്രാജ്യത്തിലും അതിൻ്റെ സ്വാധീന മേഖലകളിലും ക്രിസ്തുമതം വ്യാപകമായി. ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിലും റോമാക്കാർ തങ്ങളുടെ പഴയ ആചാരങ്ങൾക്ക് മിക്കവയും നിലനിർത്തി. റോമൻ ആധിപത്യത്തിന് കീഴിലായ ക്രിസ്തുമതവും ഈ ആഘോഷങ്ങൾ പിന്തുടർന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് റോമാക്കാരുടെ സൂര്യദേവന്റെ ജന്മദിനമായ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെയും ജനന ദിവസമായി ആചരിക്കപ്പെടാൻ തുടങ്ങി എന്ന് കരുതാം. ഇന്ന് നാം ആചരിക്കുന്ന ഈസ്റ്റർ ദിനം ഏപ്രിൽ മാസം ആയിരുന്നില്ല എന്നും ഏപ്രിൽ മാസം ആയിരുന്നു യേശുവിൻ്റെ ജന്മദിനം എന്നും
എന്നതാണ് സത്യം എന്നും വിശ്വസിക്കുന്നവർ ഉണ്ട്. പേഗൻ പാരമ്പര്യങ്ങളുടെ പിന്തുടർച്ചയായതിനാൽ 1800 വരെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ പിറവി തിരുനാളായി ആചരിച്ചിരുന്നില്ല. ഇന്നും ഇക്കാരണത്താൽ ക്രിസ്തുമസ് ആഘോഷിക്കാത്ത പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ സുവിശേഷങ്ങൾ അടിസ്ഥാനമാക്കി നൂറ്റാണ്ടുകളായി പ്രചരിച്ചവയാണ്. മത്തായി, ലൂക്കാ എന്നിവരുടെ സുവിശേഷങ്ങളാണ് മിക്ക കഥകൾക്കും ആധാരം. ലൂക്കായുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള വിവരണം ഇങ്ങനെയാണ്. കന്യകയായ മേരി പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി. മാലാഖ അറിയിക്കുന്നു. മേരിയുടെ പ്രസവ സമയം അടുത്ത നാളുകളിലാണ് റോമാ ചക്രവർത്തി അഗസ്റ്റസ് സീസറിൻ്റെ റോമാ ചക്രവർത്തി അഗസ്റ്റസിൻ്റെ സ്ഥിതി വിവരണ കണക്കെടുപ്പ് തുടങ്ങിയത്. ഇത് പ്രകാരം സെൻസസിൽ പേര് ചേർക്കാൻ നസ്രത്തിൽ നിന്നും ജോസഫ് പൂർണ്ണ ഗർഭിണിയായ മേരിയെയും കൂട്ടി തൻ്റെ പൂർവിക ദേശമായ ബത്ലഹേമിലേക്ക് പുറപ്പെട്ടു. യാത്രയുടെ അവസാനം പേറ്റുനോവ് അനുഭവപ്പെട്ട മേരിക്കായി ഒരു സത്രം കണ്ടെത്താനായില്ല. ഒടുവിൽ ഒരു പുൽത്തൊട്ടിയിൽ യേശു ക്രിസ്തു പിറന്നു. ദാവീദ് രാജാവിൻ്റെ പിൻതലമുറയിൽപ്പെട്ടവനാണ് യോസേപ്പ്. യൂദയ രാജ്യത്തെ ബത്ലഹേമിൽ യേശു പിറന്നു എന്ന സൂചനയിലൂടെ ക്രിസ്തുവിൻ്റെ ജനനം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് തെളിയിക്കാനാണ് സുവിശേഷകൻ ശ്രമിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള മറ്റൊരു വിവരണം മത്തായിയുടെ സുവിശേഷത്തിലും കാണാം. ലൂക്കായുടേതിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്തുവിൻ്റെ ജനനം മുൻകൂട്ടി അറിഞ്ഞ് നക്ഷത്രം കാട്ടിയ വഴിയിലൂടെ കിഴക്ക് ദേശത്ത് നിന്നെത്തുന്ന ജ്ഞാനികളെ മത്തായി അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനം സകല ദേശങ്ങളിലും മാറ്റങ്ങളുണ്ടാക്കി എന്ന സൂചനയാണ് ഈ വിവരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനമറിഞ്ഞ് ദൂരദേശത്ത് നിന്നെത്തിയവർ ചില കഥകളിൽ രാജാക്കന്മാരാണ്. പൂജരാജാക്കന്മാർ. പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ യേശുവിനായി ഇവർ കാഴ്ചവെച്ചുവെന്നാണ് വിവരണങ്ങളിലെ സൂചന. ഇതിനെ അടിസ്ഥാനമാക്കി ജ്ഞാനികൾ വന്നത് അറേബ്യയിൽ നിന്നോ പേർഷ്യയിൽ നിന്നോ ആയിരിക്കാമെന്ന് ഒരു വാദമുണ്ട്. ഏതായാലും ഈ രണ്ട് സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കഥകളാണ് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായി നിലനിൽക്കുന്നത്. ക്രിസ്തുമസ് നാളുകളിൽ പുൽക്കൂടൊരുക്കുക, നക്ഷത്ര വിളക്കിടുക, സമ്മാനങ്ങൾ കൈമാറുക തുടങ്ങിയ പല ദേശങ്ങളിലുമുള്ള ആചാരങ്ങൾ ഈ കഥകളിൽ നിന്നും രൂപമെടുത്തവയാണ്. പുൽക്കൂട്
യേശുവിൻ്റെ ജനന സ്ഥലത്തെ സൂചിപ്പിക്കുമ്പോൾ നക്ഷത്രവിളക്ക് ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രത്തിൻ്റെ പ്രതീകമാണ്. കത്തോലിക്കർ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റുമേനിയൻ ഓർത്തഡോക്സ് സഭ എന്നിവർ ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവയും ജനുവരി 7 യേശുവിൻ്റെ ജനനദിനമായി ആചരിക്കുന്നു. ഇനി നമുക്ക് ചില ആചാരങ്ങളും ആഘോഷ രീതികളും നോക്കാം. ക്രിസ്തുമസിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷ രീതികളും ദേശങ്ങൾക്കും കാലഘട്ടങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമാണ്. തികച്ചും മതപരമായ ആഘോഷങ്ങളേക്കാൾ മതേതരമായ രീതികൾക്കാണ് ഇന്ന് മിക്ക രാജ്യങ്ങളിലും പ്രാമുഖ്യം കാണുന്നത്. ഏതായാലും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട മിക്ക അനുഷ്ഠാനങ്ങളും ജർമ്മനിയിൽ നിന്ന് വന്നതാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ക്രിസ്മസ് മരം ഓർ ക്രിസ്മസ് ട്രീ, പരസ്പരം സമ്മാനങ്ങൾ കൈമാറൽ എന്നിവ ഒരു ഉദാഹരണങ്ങളാണ്. ജർമ്മനിയിൽ ക്രിസ്തുമതം പ്രചരിക്കുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന യൂൽ എന്ന ശൈത്യകാല വിശേഷ ദിനത്തിലെ ആചാരങ്ങളാണ് പിന്നീട് ക്രിസ്തുമസിലേക്കും അനുരൂപണം ചെയ്തത്. ഒട്ടുമിക്ക ക്രിസ്തുമത വിഭാഗങ്ങളും ഡിസംബർ ആദ്യവാരത്തോടെ ക്രിസ്തുമസിനുള്ള ഒരുക്കം തുടങ്ങും. കത്തോലിക്ക വിശ്വാസികളുടെ ആരാധനാക്രമത്തിൽ മംഗളവാർത്തക്കാലം, ആഗമനകാലം എന്നിങ്ങനെ അറിയപ്പെടുന്നു. യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള മംഗളവാർത്തയും പ്രവചനങ്ങളുമൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുന്നത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം 25 ദിവസം നോമ്പെടുത്താണ് ക്രിസ്തുമസിനായി ഒരുങ്ങുന്നത്. മാംസം, മത്സ്യം, മുട്ട എന്നിവയിൽ ചിലതോ എല്ലാമോ വർജിക്കുകയാണ് പതിവ്. ക്രിസ്മസ് തലേന്ന്, അതായത് ഡിസംബർ 24 അർദ്ധരാത്രിയിലാണ് ക്രിസ്തീയ ദേവാലയങ്ങൾ യേശുവിൻ്റെ പിറവി അനുസ്മരണ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇതിനു പകരം ക്രിസ്മസ് ദിനത്തിൽ തന്നെയാണ് കർമ്മങ്ങൾ. മതേതരമായ ആഘോഷങ്ങൾക്കാണ് ക്രിസ്മസ് നാളുകളിൽ പ്രാമുഖ്യം. ക്രിസ്തുമത വിശ്വാസികൾ തുലോം കുറവായ ദേശങ്ങളിൽ പോലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ക്രിസ്മസ് നാളുകളിൽ സർവ്വദേശീയമായി നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് സാന്റാക്ലോസ്. 4-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന സെയിന്റ് നിക്കോളാസ് എന്ന പുണ്യചരിതനാണ് സാന്റാക്ലോസായി മാറിയത്. ക്രിസ്മസ് ഒരുക്കങ്ങളുടെ ഈ നാളുകൾക്കിടയിൽ ഡിസംബർ 6-നാണ് വിശുദ്ധ നിക്കോളാസിൻ്റെ അനുസ്മരണ ദിനം. ഇക്കാരണത്താൽ ഡച്ചുകാർ സെന്റ് നിക്കോളാസിനെ ക്രിസ്തുമസ് സമ്മാനങ്ങൾ വാരി വിതറുന്ന പുണ്യാത്മാവായി ചിത്രീകരിച്ചു തുടങ്ങി. ഡച്ച് കോളനികളിലൂടെ ഈ രീതി സർവ്വദേശീയമാവുകയും ചെയ്തു. സെയിന്റ് നിക്കോളാസ് എന്നത് ലോപിച്ച് സാന്റാക്ലോസുമായി മാറി. ഇന്ന് സാന്റാക്ലോസ് അപ്പൂപ്പൻ, ക്രിസ്മസ് പപ്പ, അങ്കിൾ സാന്റാക്ലോസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിൽ തികച്ചും ഗ്രാമീണമായി പപ്പാഞ്ഞി എന്നും പറയാറുണ്ട്. ആംഗ്ലോ അമേരിക്കൻ പാരമ്പര്യങ്ങളുള്ള നാടുകളിൽ സാന്റാക്ലോസിൻ്റെ വരവ് പ്രത്യേക രീതിയിലാണ്. ഇവിടങ്ങളിലെ വിശ്വാസമനുസരിച്ച് ക്രിസ്മസ് തലേന്ന്
പാതിരാത്രിയിൽ ശൈത്യകാല മാനുകൾ വലിക്കുന്ന വണ്ടിയിലാണ് സാന്റാക്ലോസ് എത്തുന്നത്. ഓരോ വീടുകളുടെയും ചിമ്മനികളിലൂടെ അകത്തെത്തുന്ന സാന്റ ആരും കാണാതെ സമ്മാനങ്ങൾ വിതറി തിരിച്ചു പോകുന്നു. അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലും ഈ ഐതിഹ്യമാണ് തലമുറകളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നാളുകളിൽ വീടുകളിലെ ചിമ്മിനിയെ അലങ്കാരയുക്തമാക്കുക, ശൈത്യകാല മാനുകളുടെ രൂപം അലങ്കരിച്ചു വയ്ക്കുക എന്നീ രീതികൾ പ്രചാരത്തിലുണ്ട്. സാന്റാക്ലോസ് അപ്പൂപ്പൻ ക്രിസ്മസ് തലേന്ന് ആരുമറിയാതെ വച്ചിട്ടുപോയ സമ്മാനങ്ങളാണെന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുന്നത്. ക്രിസ്മസ് ആഘോഷത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഘടകമാണ് ക്രിസ്മസ് മരം അഥവാ ക്രിസ്മസ് ട്രീ. ക്രിസ്മസിൻ്റെ ഈ സർവദേശീയ പ്രതീകം ജർമ്മൻ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിലെ വിലക്കപ്പെട്ട മരത്തിൻ്റെ പ്രതിരൂപമായാണ് ജർമ്മൻകാർ ക്രിസ്മസ് മരത്തെ കണ്ടിരുന്നത്. ക്രിസ്മസ് നാളുകളിൽ പിരമിഡ് ആകൃതിയിലുള്ള മരങ്ങൾ അലങ്കരിക്കുന്ന ഈ രീതി കാലക്രമേണ മറ്റു ദേശങ്ങളിലേക്കും പടർന്ന് മരങ്ങളോ അല്ലെങ്കിൽ തൂബികാഗിരികളോ ആണ് ക്രിസ്മസ് മരമൊരുക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അലങ്കാരങ്ങൾക്കൊപ്പം ക്രിസ്മസ് മരത്തിൽ സമ്മാന പൊതികൾ തൂക്കിയിടുന്ന രീതിയും പ്രചാരത്തിലുണ്ട്. ക്രിസ്മസ് മരത്തിൻ്റെ ആകൃതിയിൽ മനുഷ്യർ ഒത്തുചേർന്ന് മനുഷ്യ ക്രിസ്മസ് മരം രൂപീകരിക്കുന്ന രീതി പുതുതായി കണ്ടുവരുന്നു. 2014 ഹോണ്ടുറാസിൽ 2945 പേർ അണിനിരന്ന് രൂപം കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്മസ് മരം എന്ന ഗിന്നസ് റെക്കോർഡ് 2015 ഡിസംബർ 19 നമ്മുടെ കേരളത്തിലെ ചെങ്ങന്നൂരിൽ 4030 പേർ ചേർന്ന് തിരുത്തുകയുണ്ടായി. ക്രിസ്മസ് നാളുകളിൽ വീടുകളിൽ നക്ഷത്ര വിളക്കിടുന്ന രീതി ചില രാജ്യങ്ങളിൽ നിലവിലുണ്ട്. കേരളത്തിലും ക്രിസ്മസിൻ്റെ പ്രധാന അലങ്കാരങ്ങളിലൊന്നാണിത്. യേശുവിൻ്റെ ജനനമറിഞ്ഞ് ബത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെയാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കി അനുസ്മരിക്കുന്നത്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണി യേശു പിറന്നുവെന്ന വിശ്വാസത്തെ പിൻപറ്റിയാണ് ക്രിസ്മസിന് പുൽക്കൂടൊരുക്കുവാൻ തുടങ്ങിയത്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ട് മുതൽ ഈ രീതി നിലനിന്നിരുന്നതായി കരുതപ്പെടുന്നു. എന്നാൽ 1223 വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ പുൽക്കൂടാണ് ഈ ആചാരത്തെ സാർവത്രികമാക്കിയത്. പ്രകൃതി സ്നേഹിയായിരുന്ന ഫ്രാൻസിസ് ജീവനുള്ള മൃഗങ്ങളുമായി യഥാർത്ഥ കാലിത്തൊഴുത്താണ് അവതരിപ്പിച്ചത്. ഏതായാലും പുൽക്കൂട്ടിലെ വിനയത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി അദ്ദേഹം ഒരുക്കിയ പുൽക്കൂട് ലോകവ്യാപകമായി.
ക്രിസ്തീയ ഭവനങ്ങളിൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുരൂപങ്ങൾ അണിനിരത്തി പുൽക്കോട് ഒരുക്കുന്നു. ഉണ്ണിയേശു, അമ്മ മേരി, യോസേപ്പ് പിതാവ്, ജ്ഞാനികൾ, ആട്ടിടയന്മാർ എന്നിവരുടെ രൂപങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ക്രിസ്തുമസ് ആശംസാ സന്ദേശങ്ങളടങ്ങിയ ക്രിസ്മസ് കാർഡുകളാണ് ഈ ആഘോഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വാക്കാണ് ക്രിസ്മസ് കാർഡുകളിലേക്ക് പടരുന്നത്. ഈ ആഘോഷരീതി തികച്ചും മതേതരമായിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കാർഡുകളിൽ പതിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്മസ് ആഘോഷത്തെ കൂടുതൽ ജനകീയമാക്കുവാൻ ഇന്ന് മതപരമായ ചിത്രങ്ങൾ ഒഴിവാക്കിയതാണ് ക്രിസ്മസ് കാർഡുകൾ അണിയിക്കുന്നത്. 1846 ആദ്യത്തെ ക്രിസ്മസ് കാർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രിസ്മസ് കാർഡുകൾ ജനകീയമായതോടെ ആശംസ കാർഡുകൾ അയക്കാൻ വേണ്ട തപാൽ സ്റ്റാമ്പുകളും ക്രിസ്മസ് ചിഹ്നങ്ങൾ വ്യാപിച്ചു. ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ക്രിസ്മസ് ചിത്രങ്ങൾ പതിപ്പിച്ച സ്റ്റാമ്പുകൾ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസിനെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന, ആരും ഇതുവരെ വെളിപ്പെടുത്താത്തതും എന്നാൽ ആർക്കും അറിയുവാൻ സാധിക്കാതെ പോയുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ. ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ആഴത്തിൽ പഠിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കേട്ട ക്രിസ്മസിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു പെരിഫറൽ ലെവൽ, ഒരു ഉപരിതലത്തിലുള്ള അറിവുകൾ മാത്രമേ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചും എല്ലാവർക്കും അറിയൂ. എന്നാൽ വീണ്ടും ആഴങ്ങളിലേക്ക് പോകുന്തോറും ക്രിസ്തുവിനെ അവഹേളിക്കുകയും അല്ലെങ്കിൽ കളിയാക്കുകയും പറഞ്ഞിരുന്നവർ പോലും അന്തം വിട്ട് നിന്നു പോകുന്ന ചില പുത്തൻ അറിവുകൾ ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപം, വിശ്വരൂപം പതിയെ പതിയെ വെളിവായി വരുന്നു. അന്ന് നിങ്ങൾ കണ്ണാടിയിലൂടെ കണ്ട് ഇന്ന് മുഖാമുഖം കാണുവാൻ നമ്മളെ ഒരുക്കാം. അതിനുവേണ്ടി ഈ ക്രിസ്മസും ക്രിസ്മസ് വേളകളും ഉപയോഗിക്കാം. എല്ലാവർക്കും എല്ലാവിധ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകളും. കുറച്ച് ഡെക്കറേഷൻസ് ഐറ്റംസൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം. ഇത് എല്ലാം നമ്മുടെ സന്തോഷങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.